മൂവിയിൽ വന്നാലും നമ്മൾ ഓരോ വട്ടം കാണുമ്പോഴും ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും തോന്നും. മേ ബി ചിലപ്പോൾ ആ ഒരു സിനിമ കാണുമ്പോൾ അതിലെ ഒരു പാട്ട് അല്ലെങ്കിൽ അതിലെ ഒരു സീൻ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയായിരിക്കും. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു മെമ്മറി എവിടെയെങ്കിലും ആ ഒരു സിനിമയുമായിട്ട് ഹുക്ഡ് ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സമർ ഇൻ ബെത്ലഹേം. അപ്പം സിനിമ വീണ്ടും നമ്മൾക്ക് എല്ലാവർക്കുമായിട്ട് തിയേറ്റേഴ്സിലേക്ക് മടങ്ങിയെത്തുകയാണ് ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി. അപ്പം അതിൻ്റെ ഒരു റീ റിലീസ് ഇവന്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ഇവന്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. വെൽക്കം ടു ദി റീ റിലീസ് ഇവന്റ് ഓഫ് സമർ ഇൻ ബെത്ലഹേം. ഒരു ചെറിയ കയ്യടിയാകാം. നമുക്ക് അത്ര ഫോർമൽ ആയിട്ടൊന്നും ഇരിക്കേണ്ട, ബിക്കോസ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിന്റെ തിരിച്ചുവരവിനെ ആഘോഷിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. സോ കഴിഞ്ഞ 27 years ആയിട്ട് ആ പൂച്ചയ്ക്ക് പുറകിലുള്ള കൈകൾ ആരുടേതാണ് എന്ന് ഓരോ വട്ടവും ആ സിനിമ കാണുമ്പോഴും അതിലെ പാട്ട് കേൾക്കുമ്പോഴും ഈ സിനിമയെ പറ്റി ഓർക്കുമ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്. എങ്കിലും ആ ഒരു നിമിഷമൊക്കെ അവിടെ മാറ്റി നിർത്തട്ടെ. ഡിസംബർ 12-ാം തീയതി രവിശങ്കർ, ഡെന്നിസ്, ആമി, നിരഞ്ജൻ, അതുപോലെ തന്നെ മോന, ഇവരെല്ലാവരും നമ്മളെ എല്ലാവരെയും കാണാനായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ആൻഡ് അതിന് കാരണക്കാരായിട്ടുള്ള ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആൻഡ് കോക്കോസ് ഫിലിംസിന് ഒരു വലിയ നന്ദി സമർ ഇൻ ബെത്ലഹേമിന്റെ ഒരു ഫാൻ എന്ന രീതിയിൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. യെസ്, ഐ ക്യാൻ സീ ഈ ഒരു വാർത്ത ഞാൻ പറയുമ്പോൾ തന്നെ ഒരുപാട് ഫേസസ് ലിറ്റപ്പ് ആകുന്നത്. ബിക്കോസ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എൻ്റെ ഒന്നും ജനറേഷനിൽ പെട്ട ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ നമുക്കൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ഇത്. അതിനായി ആദ്യം തന്നെ ഒരു വലിയ നന്ദി ഞാൻ ഇതിന്റെ ക്രിയേറ്റേഴ്സിന് പറയുകയാണ്. സോ ടോക്കിംഗ് അബൌട്ട് കോക്കോസ് ഫിലിംസ്, കഴിഞ്ഞ 40 വർഷമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇവർ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വളരെ വലുതാണ്. ദ ലെഗസി ദേ ഹോൾഡ്, ദ ഹെറിറ്റേജ്, അതുപോലെ തന്നെ സിനിമയോടുള്ള ഒരു പാഷൻ ആൻഡ് അവരുടെ ഹാർഡ് വർക്ക്, തീർച്ചയായിട്ടും അതുകൊണ്ടൊന്നും മാത്രം കൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലേക്ക് ഇത്രയധികം സംഭാവനകൾ ഇവർക്ക് നൽകാൻ കഴിഞ്ഞത്. ആൻഡ് കഴിഞ്ഞ ഒരു റീ റിലീസ് സൂപ്പർ ഹിറ്റിന് ശേഷം വീണ്ടും സമർ ഇൻ ബെത്ലഹേം എന്ന് നമ്മളെല്ലാവരും ഒരു അടിച്ചുപൊളി സിനിമകളുടെയൊക്കെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കൃത്യസമയത്താണ് സമർ ഇൻ ബെത്ലഹേം തിയേറ്റേഴ്സ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കാം. അതിനായി ആദ്യം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ സിനിമയുടെ ക്രിയേറ്റേഴ്സിനെയാണ്. രഞ്ജിത്ത് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ഡ്യൂ ടു ഹിസ് ബിസി സ്കെഡ്യൂൾസ്. യെറ്റ് വി ഹാവ് സിയാദ് കോക്കർ സർ ആൻഡ് സിബി മലയൽ സർ. സോ രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഒരു മൈക്ക് കൂടി ഒന്ന് തരുമോ? ഐ വുഡ് ലവ് ദം ടു ടോക്ക്. സർ, ഒരു വലിയ പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. വീണ്ടും നിങ്ങളുടെ ക്രിയേഷൻസിന് പുതിയ തലമുറ കൂടി കൈയടിക്കാൻ പോവുകയാണ്. എന്താണ് ഇന്നത്തെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു ക്രൗഡിനോട് പറയാനുള്ളത്? ചില സിനിമകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ്, നല്ല സിനിമകൾ സംഭവിക്കുകയാണെന്ന് പറയും. ഇതങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ സഞ്ചരിച്ച വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ ഇതിൻ്റെ ഒരു ലോഞ്ച് സിനിമയായിട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ, അന്ന് തമിഴ് വലിയ വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ് KT കുഞ്ഞുമോൻ. അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു, മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് കഥ ആലോചിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാ ചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ് ഞങ്ങൾ, ചെന്നൈ ന്യൂട്ടൺസ് ഹോട്ടലാണ്, ഒന്ന് സമയം ബോറടി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ കാണുന്നുണ്ട്. അതാണ് ഹാപ്പി എഗോൻ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഹിന്ദി സിനിമ. ഇവിടെ തിയേറ്ററിലാണ് 100ാം ദിവസത്തോടുകൂടി നമ്മൾ കാണുന്നത്. ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ സംസാരിച്ചു, നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസ് ഒക്കെ ഒരു എൻ്റർടൈനർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാമെന്ന്. അതിലൊന്നും അന്നത്താണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതുകൊണ്ട് കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി KT കുഞ്ഞുമോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചത് ഇതേയല്ല. അദ്ദേഹത്തിന് അതിന് മുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസ് ഒക്കെ ഉള്ള വലിയ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം
എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയാണ്, ഞാൻ പതുക്കെ വലിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു. തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യുന്നപ്പം അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു. ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറയുകയും അവർക്ക് താല്പര്യം നൽകി. അങ്ങനെ അവർ പ്രോജക്റ്റിലേക്ക് എത്തണം. അത് ഞങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ കണ്ണാടിക്കൂടം കൂട്ടി എന്ന് പറയുന്ന പാട്ട് മദ്രാസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്ന് അത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജു പ്രോജക്റ്റിലേക്ക് വരികയാണ്. തമിഴ് സിനിമ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു ബിസിനസ് ടാക്ടിക്സ് ആണ്. ഇവർ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക, ഒരു പൂജാ സെറമണി നടത്തുക, അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാം സാധ്യതയുള്ള ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് മഞ്ജുവും പ്രഭുവിനും ഒരു പാട്ട് ഷൂട്ട് ചെയ്തത്. മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സിനിമ എന്നുള്ളത് അവർ പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. അതിന് ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ 2 ദിവസത്തിനുള്ള ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തേക്കും പ്രോജക്റ്റ് ഡ്രോപ്പായി. സിനിമ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുള്ള ഒരു ഫിനാൻഷ്യൽ എന്തൊരു ഇൻട്രസ്റ്റ് നിന്ന് പോയി. അപ്പോൾ അതിന് പ്രൊഡക്ഷനും കൺട്രോളായിരുന്നു രഞ്ജിത്തായിരുന്നു, എം രഞ്ജിത്ത്. തുടരുന്ന സമയത്തൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ ഒരു മറവത്തൂർ കനവ് പറയുന്ന സിനിമ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട്. അപ്പോൾ എല്ലാ തമിഴ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ രഞ്ജിത്തായിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് എന്നിട്ട് രാവിലെ കുറേ പേപ്പറൊക്കെ ചുരുട്ടിപ്പിടിച്ച് പോകും. സിനിസാറുള്ള തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞ് പോകും. ഒരു ദിവസം മനസ്സിൽ പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി. പക്ഷെ മലയാളത്തിൽ ഗംഭീര കഥയാണ്, മലയാളത്തിലെടുത്താൽ നന്നാവും. അപ്പോൾ സിയാദ് കഥ കേൾക്കാമെന്ന് പറഞ്ഞു. സിയാദ് കഥ കേൾക്കുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രഭുവിൻ്റെ റോഡിലേക്ക് ഒരാളെ കണ്ടെത്തണം. അങ്ങനെ സുരേഷ് ഗോപി വരുന്നു. അങ്ങനെ ഇതേ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റാണ്. അപ്പോഴൊന്നും അതിൻ്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതി വരുന്നേ ഉള്ളൂ. ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതിയായപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ആര് വേണം? ഇപ്പോൾ കമലഹാസൻ വേണം, രജനീകാന്ത് വേണം എന്നൊക്കെ പറഞ്ഞ ചർച്ചകൾ വഴി അത് ലാലിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ അപ്രതീക്ഷിക്കാത്ത ഒരുപാട് വഴികളോട് സഞ്ചരിച്ചു. ഇതിൻ്റെ റിലീസ് വരുമ്പോഴും നമുക്കൊരു പ്രശ്നമില്ല. ഹരികൃഷ്ണ സാറ് മമ്മൂട്ടി മോഹൻലാൽ ഒരു വിഷണത്തിൻ്റെ റിലീസ് ആകാൻ വേണ്ടിയാണ് എല്ലാവരും അതിൻ്റെ കൂടെ ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ, ഈ വലിയ സിനിമ ഹരികൃഷ്ണനെ കണ്ടു ഇന്ന് റിലീസ് മാറ്റി, അതാണ് പഞ്ചാബി ഹൗസ്. പക്ഷെ നമ്മൾ ഈ സബ്ജക്റ്റിലുള്ള സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നു. 2 സിനിമയും ഒരു ഓണക്കാലത്ത് 2 സിനിമകൾ ഒരുമിച്ച് സക്സസ്ഫുൾ ആകാന്നുള്ളത് അപൂർവമാണ്. ഈ സിനിമ 2 വിജയിച്ചു. ഇപ്പോൾ കാലം അതിനെ കാത്തു വെച്ച മറ്റൊരു അനുഭവത്തിലേക്ക് എത്തുകയാണ്. അത് 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സിനിമ ഇന്ന് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അതേ നിലയിൽ തുടരുകയാണ്. ഞാൻ ഏത് ക്യാമ്പസിലും പ്രത്യേകിച്ച് വിമൻസ് കോളേജിലൊക്കെ ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം പൂച്ചയെ കൊണ്ടുപോയത് ആരാണെന്നുള്ളതാണ്, പൂച്ച അയച്ചതാരാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് തുടരുന്നുണ്ട്. അതും ഇപ്പോൾ സൺസെറ്റാണ് തന്നെ തുടരട്ടെ. സിയാദ് കോക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് എനിക്ക് എൻ്റെ തിരക്കാണ്ടുള്ള അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. യാദൃശ്ചികമായിട്ട് സിയാദിലേക്ക് സിനിമ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ സിനിമ അതാണ്, ഈ സമ്മറാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ മിസ് ചെയ്യുന്നൊരു നല്ല പ്രൊഡ്യൂസറെയാണ് ഇത്രയും കാലം. കാരണം ഒരു സിനിമയെ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഥ എന്താണെന്ന് ഏത് ഉറക്കത്തെ വിളിച്ചു വെച്ചാൽ ഇത്രാമത്തെ സീൻ ചോദിച്ചാൽ പറയുന്ന ആളാണ്. അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്നത്. ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ആ കഥ പറയും, തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് പറയും. അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സഞ്ചരിക്കുന്ന അപൂർവം പ്രൊഡ്യൂസർമാരാണ്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ ഈ പൈസ മുടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി ഏതൊറ്റം വരെയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും നല്ല പ്രൊഡ്യൂസേഴ്സാണ് സിനിമ. സിയാദ് സിനിമ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായ ഒരു വിഷ്വൽസും കാര്യങ്ങളും കളർഫുള്ളായിട്ടുള്ള സിനിമ ഉണ്ടാകുന്നത്. ദേവദൂതനും അത് തന്നെയാണ് സംഭവിച്ചത്. സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും
21 വർഷത്തിന് ശേഷം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്നും ഈ സിനിമ അതിൻ്റെ ആ യൗവനം നിലനിർത്തി 27 വയസ്സിൻ്റെ പ്രായം ആ സിനിമയ്ക്കായിട്ടില്ല. ഇന്നും മഞ്ജുവിനെ പോലെ ആ യൗവനം ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്കായിട്ട് ചില എന്താണ് സർപ്രൈസുകൾ ഈ വേദിയിൽ സംഭവിക്കും. പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയിലേക്ക് എത്തിയ എല്ലാവർക്കും ഈ ചടങ്ങ് വിജയകരമായി പര്യവസാനിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാ സാന്നിധ്യങ്ങളും കൂടെയുള്ളതിനാൽ നന്ദി പറയാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ദാറ്റ് വാസ് വെരി മച്ച് സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട്. അടുത്തതായി സിയാദ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു 2 വാക്ക് നമ്മുടെ ഗ്യാതറിനോട് സംസാരിക്കാനായി. നമസ്കാരം. സിബി പഠനത്തിൽ തന്നെ വളരെ യാദൃച്ഛികമായി ഞാൻ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം. ഞങ്ങൾ സത്യനന്ദിക്കാടും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. BDH ബാലൻ ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വേറെ പടത്തിൻ്റെ ഡിസ്കഷൻ്റെ ഇടയിലാണ് ഞാൻ പോയി മീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു പടം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെയ്യാം. ഞാൻ കുറച്ച് പടങ്ങളായി. പക്ഷേ 10 വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത്. സിബി ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് സിനിമ സംഭവിക്കുന്നതാണ്. നമ്മൾ നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാം, എൻ്റെ ഭാവനയിലുള്ള കാര്യങ്ങൾ നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കപ്പെടും. അതിന് തോട്ട് പ്രോസസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത സിബി നേരത്തെ സൂചിപ്പിച്ചു. ഇതിൻ്റെ ക്ലൈമാക്സ് നിരഞ്ജന കഥാപാത്രമില്ല. സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. പകുതി എപ്പോഴും ഇല്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ആമിയുടെ കൂടെ ചുറ്റുപാടുള്ള ഡെന്നിസിനെയും അങ്ങനെയുള്ള ഒരു കുറേ കാര്യം ഒരു എക്സ്കർഷന് മുകളിലുള്ള സിനിമയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം. അതൊരു വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മകൾ ഇവിടെ ഉണ്ട്. അവളൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. മഞ്ജുവിന് ഒക്കെ അറിയാം. പക്ഷെ ഇപ്പോഴും അതിശയത്തോടുകൂടിയാണ് മഞ്ജുവിന് നമ്മളെ മീറ്റ് ചെയ്തത്. അവൾ നേരത്തെ മീറ്റ് ചെയ്തൊക്കെ വന്നായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റിലല്ലാതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഒരു സിനിമ ചെയ്യുക ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടുന്ന മാറ്റങ്ങളാണ്. അപ്പം അങ്ങനെ ഉണ്ടായ സിനിമയാണ്. ആ സിനിമ ഇതേപോലെ തന്നെ നിരഞ്ജനൊക്കെ വന്നു. അതൊക്കെ കംപ്ലീറ്റഡ് ആയി. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലിണങ്ങിയ ഒരു സിനിമ അത് ജീവിതത്തിലെ 1-2 സിനിമകളെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഉണ്ടാകുള്ളൂ. അത് തീർച്ചയായിട്ടും ഇല്ല കാര്യം. പിന്നെ ഇതിനൊരു ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സെക്കൻഡ് റിലീസ് പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് കിട്ടിയ ദേവദൂതന്റെ ഞങ്ങളുടെ ടീമുകൾക്ക് സിബി അതിന് ബന്ധപ്പെട്ട എല്ലാവരുടെ കൂടെ നിന്നുകൊണ്ടും ഞങ്ങൾ റിലീസ് ചെയ്തു. 4K മോസ്റ്റ്ലി 4K ഇതിൽ നമ്മൾ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ കൂടെയൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് ഹിറ്റായി വന്നു. അപ്പോഴാണ് നമുക്ക് തോന്നിയത് നമുക്ക് ഈ ഒരു സംരംഭത്തിൽ അറ്റംപ്റ്റ് ചെയ്യണം. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി പക്ഷേ ആരാണ് അടച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ജോലി വേണം. പല സോഷ്യൽ മീഡിയയിലും പലപ്പോഴും ചോദിക്കുന്നതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ രഞ്ജിത്ത് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് അദ്ദേഹം ഒരു പാലയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പറഞ്ഞ ലൊക്കേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. രഞ്ജിത്തോട് ഞാനും സിബിയും കൂടെ സംസാരിച്ചു. അപ്പോൾ ഒരു സ്പാർക്ക് അവിടുന്ന് പുള്ളി പറഞ്ഞു. എൻ്റെ ഒരു മണ്ണക്കരത്തിന് ഞാൻ വിളിച്ച് മഞ്ജുവിനോട് പറഞ്ഞു. മഞ്ജു തിരികെ സാന്നിധ്യം ചെയ്യുന്നുണ്ട്, റെഡിയായി പോകണം എന്ന് പറഞ്ഞു. ശ്രീഹരിനെ കൊണ്ടിട്ടാണ്. പക്ഷേ പിന്നെ അത് വർക്കൗട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലാസ്റ്റ് ഇതിൻ്റെ റിലീസ് കഴിഞ്ഞുള്ള റെസ്പോൺസ് കണ്ടിട്ട് പുതിയ പറയുക എന്ന് രഞ്ജിത്ത് പറയുകയും അപ്പോൾ ഇതിനോട് കൂടെ സ്പീഡാകുകയും ഇത് തീർച്ചയായിട്ടും എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബി, രഞ്ജിത്ത്, മഞ്ജു എല്ലാവരും ഉണ്ടെങ്കിലും വിദ്യാസാഗർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു മ്യൂസിക്കിൽ. ആ വിദ്യാസാഗറിന്റെ കഴിവുകളും അതിന് പറ്റിയ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ ഗിരീഷ് പൊന്നഞ്ചേരി വരാമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഉത്തരകേട്ടിൽ ഇന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 4K റെസൊല്യൂഷനിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എത്രയോ ഭംഗിയാണ് ആ സിനിമ എന്നിപ്പം ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റി. ഇത് കാലപ്പഴക്കം തോന്നിക്കാത്ത വിധത്തിൽ ഈ കോസ്റ്റ്യൂംസൊക്കെ മഞ്ജുവിട്ട് കാണുമ്പോൾ ഇന്നത്തെ എല്ലാ അപ്ഡേറ്റ്സിനെയും മുകളിൽ നിൽക്കുന്ന വിധത്തിലുള്ള കോസ്റ്റ്യൂംസും എല്ലാം നമ്മളോട് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും സിനിമ കാണുക. ഇത്രയും മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നു. എല്ലാ നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അതുപോലെ സമർ ഇൻ ബത്ലഹേം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ആമി അഥവാ അഭിരാമി. അഭിരാമിയുടെ ആ ഒരു എനർജി കൊണ്ടും ഇന്നസെൻസ് കൊണ്ടും നർമ്മം കൊണ്ടും ഒക്കെ, പിന്നെ ആദ്യം ഒരു ടോം ബോയിഷ് ആയിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് വളരെയധികം ആ ഒരു ഫെമിനിറ്റിയോട് കൂടി വരുന്ന അത്രയും അധികം പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് മലയാളത്തിൽ വളരെ ചുരുക്കമാണ്. അഭിരാമി ഇപ്പൊ കഴിഞ്ഞ 27 ഇയേഴ്സ് ആയിട്ട് സാറ് പറഞ്ഞതുപോലെ ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ ആണ്. സമർ ഇൻ ബത്ലഹേമിനെ പോലെ തന്നെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി. അപ്പം വിത്ത് ലോട്ട്സ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മഞ്ജു വാര്യരാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് put your hands together for നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മഞ്ജു ചേച്ചി. ചേച്ചി ലുക്കിംഗ് സോ വൈബ്രന്റ് ആൻഡ് യങ്. ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ സിനിമ ഇറങ്ങിയപ്പോ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റ് ആയിരുന്നു. ആ പാട്ടിലെ ചേച്ചി ഇട്ടിരിക്കുന്ന ചുരിദാർ പോലുള്ള ഒരു ചുരിദാർ എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് അത് തന്നെ. അപ്പം വാട്ട് ഡു യു ഫീൽ ചേച്ചി? എനിക്കിത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും ഇപ്പൊ ഇവിടെ സിനിസാറും സിയാദിക്കും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമർ ഇൻ ബത്ലഹേമിന്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ള ഒരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള, എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ 17 വയസ്സ്, 18 വയസ്സ്. അപ്പോ അന്ന് സിബിസാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ, അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷേട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ, അപ്പൊ അതിലിവിടെ നിവിയുണ്ട്, അൻസു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജു, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങള് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപ്പിലാതെ എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും, പിന്നെ സിയാദ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു ഇതിന്റെ ഷൂട്ടും നടന്നത്. അപ്പൊ എല്ലാവരുടെ ഫാമിലീസും എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും, ലിംഗത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും, അവിടെയുള്ള കുറേ തമാശകളും, ജനാർദ്ദനൻ ചേട്ടൻ സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സുകുമാരി അമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്ന നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടന്റെ തമാശകൾ, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും ഇപ്പൊ നിന്ന് ശരിക്കും പറഞ്ഞ
ഞാൻ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ലെയേർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്ന ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് പൂർണ്ണമായിട്ടും സിനി സാറിൻ്റെയും രഞ്ജേട്ടൻ്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ, എന്ത് മാനസികാവസ്ഥയെ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരു റീ റിലീസിന്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുള്ള ഒരു സിനിമ റീ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദ്ക്കയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റീ റിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മികവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം, അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം. ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. ആക്ച്വലി നിങ്ങൾക്ക് 3 പേർക്കും യു കെൻ ടേക്ക് എ ലുക്ക് ബാക്ക്. പുറകിലെ LED സ്ക്രീനിൽ ഒരു മെമ്മറി ബോർഡ് ഉണ്ട്. ഇവരാണോ ആ സൈഡിലിരിക്കുന്ന കുട്ടികൾ അല്ലേ? ഓൾറൈറ്റ്. അപ്പം അവരെ ഫോട്ടോസ് ഒക്കെ കണ്ടു നിൽക്കുന്ന ഒരു മൊമെന്റിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇൻഡൾജ്ഡ് ആയി പോയി. എങ്കിലും ഒരു വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സെറമണിയാണ് അടുത്തതായി വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇത്ര മനോഹരമായിട്ട് അഭിരാമിയെ ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ച മഞ്ജു ചേച്ചിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഒരു മൊമെന്റോ എന്ന രൂപേണ നമ്മൾ കൈമാറാൻ പോവുകയാണ്. അതിനായി സിയാദ് സാറിനെയും സിദ് സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. മഞ്ജു ചേച്ചി, പ്ലീസ് റിസീവ് ഇറ്റ് ഫ്രം us. സമരൻ ബദ്ലഹീം എന്ന സിനിമയെ സ്നേഹിക്കുന്ന, ആമിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹമാണിത്. ഒരു വലിയ കൈയ്യടി നമുക്ക് കൊടുക്കാം നമ്മുടെ അഭിരാമിക്ക്, നമ്മുടെ ആമിക്ക്. താങ്ക് യു സോ മച്ച്. 3 പേരും റിക്വസ്റ്റിംഗ് യു ടു ജോയിൻ ദി ഓഡിയൻസ്. താങ്ക് യു. കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സ് എന്നത് കോക്കേഴ്സ് ഫിലിംസിന്റെ ഒരു ക്രിയേറ്റീവ് വിങ് ആണ്. അതായത് ഇത്രയും നാളും ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ 40 വർഷമായിട്ട് മലയാള സിനിമയിലെ കോക്കേഴ്സ് ഫിലിംസ് ചെയ്ത സംഭാവനകൾ ചെറുതല്ല. അപ്പം അവരുടെ ആ ഒരു പൈതൃകത്തോടും അനുഭവ സമ്പത്തിനോടും നമ്മുടെ പുതുതലമുറയുടെ ക്രിയേറ്റിവിറ്റി ജോയിൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, അതാണ് കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സ്. ആൻഡ് അത് ഒരു മോഡേൺ ക്രിയേറ്റീവ് വിങ് ആണ്. ആൻഡ് ദേ ആർ ഇൻടു മൂവി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സിനിമ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേഷൻ, ബ്രാൻഡിംഗ് എന്നിവയെല്ലാം ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് പവർ ഹൗസ് ആണ് കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സ്. ആൻഡ് അത് ലീഡ് ചെയ്യുന്ന കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സ് ലീഡ് ചെയ്യുന്ന സിയാദ് സാറിന്റെ മകളായിട്ടുള്ള ഷെർമിൻ സിയാദ് ആണ് അടുത്തതായി വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഷെർമിനിത്തയെ ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നേരത്തെ സാറ് പറയുന്നുണ്ടായിരുന്നു ഇത്ത ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന്. ഡെഫിനറ്റ്ലി അതിനെ പറ്റി കൂടി ഷെയർ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. The stage is all yours. Thank you. So basically ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് നന്ദി പറയുന്നത് ഈശ്വരനോടാണ്. ആക്ച്വലി ഈ ഒരു സിനിമ വീണ്ടും റീ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇതൊരു ഡിവൈൻ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു.
രണ്ടാമത് സിബിയങ്ങളും പപ്പയും ഒക്കെ വളരെ ചെറുപ്പം മുതൽ ഇവർ സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. സോ അവരുടെ ആ ഒരു ജേർണി ഏതെങ്കിലും രീതിയിൽ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ആ ഒരു ക്രിയേഷൻ വീണ്ടും തിയേറ്റേഴ്സിൽ എത്തിക്കാൻ പറ്റുന്നതും എനിക്കൊരു വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു മഞ്ജു ചേച്ചി, ബിക്കോസ് ചേച്ചീനെ ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു 27 ഇയേഴ്സ് ബാക്ക് ആ ലൊക്കേഷനിൽ വെച്ച് കണ്ട അതേ സന്തോഷത്തോടു കൂടിയും അതേ ഒരു ഹാപ്പിനെസ്സോടു കൂടിയാണ് ഈ റീ റിലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്രോച്ച് ചെയ്തത്. ഓൾ ഷീ സെഡ് വാസ് we will be a part of it and we will do it together. So I have to thank you for that, ചേച്ചി. പിന്നെ എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത് ഒരു 2 ഫാമിലീസിനെ പറ്റിയിട്ടാണ്. So there are two families who are very close to my heart. അവർ ഇന്നും നമ്മുടെ ഈ സമരൻ ബത്ലഹേം 4K റീ റിലീസിൻ്റെ ജേർണിയിൽ ഒരു വലിയ പാർട്ടാണ്. I would like to call upon to the stage Anjana Takis represent ചെയ്യുന്ന ഫിലിപ്പ് സക്കറിയ and Anjana Philip, and also very close Binu sir and Sangeeta Chechi and his family. So please do come on to the stage. നിറഞ്ഞ കൈയോട് കൂടിയിട്ട് നമുക്ക് ഇവരെല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചില ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ ആക്ച്വലി ഒരേപോലെ ചിന്തിക്കുന്നതും ഒരേപോലെ ഡ്രീം ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ 2 ഫാമിലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എന്താ പറയുക, വളരെ സ്നേഹത്തോടു കൂടി ഐ എം വെൽക്കമിങ് യു ഓൾ ടു ദിസ് ജേർണി. You want to say something? I don't know, I'm just lost in words already. So, thank you so much. 27 വർഷം മുന്നേ ഈ സിനിമ റിലീസ് ചെയ്യുമ്പം അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. സോ അന്നത്തെ അന്ന് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു വെക്കേഷൻ മൂവി. ഇത് ഞങ്ങൾ ആ സമയത്ത് ടീനേജ് ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും, ബിക്കോസ് ആ ടീനേജിൻ്റെ ആ ഒരു സ്റ്റേജിൽ വന്നില്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങളിത് ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ്. അതേപോലെ മഞ്ജു ചേച്ചിയുടെ അന്നത്തെ കോസ്റ്റ്യൂം, അന്നത്തെ ആ ഒരു ഫാഷൻ, അത് എത്രമാത്രം ഞാൻ എൻ്റെ പിന്നീടുള്ള ലൈഫിലും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട് ഈ ഒരു സമരൻ ബത്ലഹേം മൂവിയുടെ ഭാഗമാവാൻ പറ്റിയത്. മീനാക്ഷി പറഞ്ഞ പോലെ ചില സിനിമകൾ അങ്ങനെയാണ്, നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ചില മൂവീസ്. ഇപ്പം സിബി മലയാൾ സാറിൻ്റെ പല മൂവീസ് എടുത്ത് നോക്കിയാലും, സിയാദ് സാറിൻ്റെ പല മൂവീസ് എടുത്ത് നോക്കിയാലും സംഘടിച്ചുള്ളവർക്ക് സമാധാനം. സോ ഇതൊക്കെ എത്ര കണ്ടാലും എത്ര പ്രാവശ്യം ടി വിയിൽ നമ്മൾ വന്ന് കണ്ടാലും മതിയാവാത്ത മൂവീസാണ്. സോ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ താങ്ക്സ് ടു ദ യൂണിവേഴ്സ്, thanks to Siyad sir, Simi Malay sir, thanks to Everyday Movies and my dearest husband, because ഈ ഒരു മൊമെന്റ് എനിക്ക് തന്നതിനകത്ത് ഇവരെല്ലാം കൂടെ ചേർന്നാണ് എനിക്കിങ്ങനെ ഇവിടെ ഒരു മൊമെന്റിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയത് തന്നെ. സോ ഐ എം വെരി ഹാപ്പി. താങ്ക് യു. ഐ എം വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ടീം. ഓക്കെ, ഗൗരി. സോ നമസ്കാരം. ആദ്യമേ ഈ സ്വാഗതം പറയേണ്ടത് എൻ്റെ കടമയല്ല, എന്നാലും ഞാനും കൂടി അതിനൊരു ഭാഗമായ സ്ഥിതിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല വ്യക്തികൾക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു വിദേശ മലയാളിയാണ്, ചെറിയ ബിസിനസ്സൊക്കെയാണ് പുറത്താണുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനൊരു സംരംഭം ഇത് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സംരംഭത്തിൽ കണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 27 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഇപ്പോഴുള്ള സമകാലീന സിനിമാ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ അന്ന് ഇത്തരത്തിലുള്ള അത്ര കളർഫുൾ പടം നമ്മളൊരു പക്ഷേ 4K ആയില്ലെങ്കിൽ പോലും അത്ര കളർഫുൾ ആയിരുന്നു. മഞ്ജുവൊക്കെ, ഞാൻ മഞ്ജു ചേച്ചി എന്നൊക്കെ ഇളയതാകുന്നുണ്ട്, എല്ലാവരും മഞ്ജു ചേച്ചി എന്ന് വിളിക്കുന്നവരും മഞ്ജു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ മഞ്ജുവൊക്കെ ആ ഒരു അന്നത്തതിനേക്കാൾ ഒന്നുകൂടി ചെറുപ്പമായിട്ട് ഇരിക്കാൻ ഇത് തന്നെ മഹാഭാഗ്യമാണ്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ സിനിമയുടെ താല്പര്യം കാണിക്കാനുള്ള പ്രധാന ഒരു കാര്യം എൻ്റെ ഒരു മൂത്ത മകനാണ്. ഓക്കെ, ഞാൻ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഐ ഇൻവൈറ്റ് ഹിം വിത്ത് ദ സ്റ്റേജ്. സത്യത്തിൽ അവൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഒരു സിനിമ. അപ്പം സത്യം പറഞ്ഞാൽ അവന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു സിനിമാ ലോകത്തിലേക്ക് എത്തിപ്പെട്ടതും അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവന് എല്ലാവരും കൈയ്യടി കൊടുക്കും.
അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിന് ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ല വിജയമാകട്ടെ. കുറേ ഞാൻ ക്ഷമ പഠിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പം താങ്ക് യു സോ മച്ച്. You want to say something? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയണമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പം അഞ്ജനാന്റി പറഞ്ഞല്ലേ 27 വർഷങ്ങൾക്ക് മുമ്പ് അഞ്ജന 8ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് സിനിമ കാണാതിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതുപോലെ ഇപ്പൊ എന്റെ കൂട്ടുകാരനാണെങ്കിൽ ഏ സിനിമ റിലീസ് ചെയ്ത് ചോദിക്കുമ്പോൾ ഞാൻ സംരംഭത്തില് അവര് ഏ സിനിമ സംരംഭത്തില് ഞാൻ കൺഫ്യൂഷൻ തീർക്കുന്ന പാട്ടില് ആ പാട്ടിന്റെ സിനിമ റിലീസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് അവർ അറിയുന്നത് തന്നെ ഈ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന്. സത്യം ആ സമയത്ത് ഞങ്ങൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പാട്ടായാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ അത് റിലീസ് ചെയ്തതിന് ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം സത്യം എല്ലാവരും ഒരു വീക്കെൻഡിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ സത്യം പറഞ്ഞപ്പോൾ തീർച്ചയായും കാണാൻ പറ്റിയ സിനിമയാണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് ഹ്യൂമർ ഫാമിലി ഒരു പടമാണ്. അപ്പം എല്ലാവരും തീർച്ചയായും പോയി കാണണം സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഇവർക്കായുള്ള ഒരു മൊമെന്റോ നൽകുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ചേച്ചി പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ്. ആ ഒരു കാലത്തെ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ട് വന്ന ടീമാണിത്. ഒരു ഹ്യൂജ് താങ്ക്സ് നമുക്ക് എല്ലാവർക്കും പറയാം ഒരു കയ്യടിയുടെ രൂപത്തിൽ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദിസ് auspicious moment. എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബേസിക്കലി ലൈക്ക് ഫാമിലി ഒരു അസോസിയേഷൻ പോലെ തന്നെയാണ്. ഹൈ സ്റ്റുഡിയോസ് ആണ് ഫസ്റ്റ് ആയിട്ട് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ റീ റിലീസ് എന്നുള്ളൊരു ഐഡിയ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതും അവരുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ദേവദൂതൻ ഇന്ന് നമ്മൾ ഈ കാണുന്ന സക്സസിലേക്ക് എത്താൻ പറ്റിയത്. അതുപോലെ തന്നെ സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറയുന്ന മൂവിയിലും അവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർ തരുന്ന ഒരു കോൺഫിഡൻസും സ്ട്രെങ്ത്തും ധൈര്യവും ഒക്കെ വളരെ വലുതാണ്. ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ ഹാർട്ടി താങ്ക്സ് ടു ഹൈ സ്റ്റുഡിയോസ് ആൻഡ് ദി എൻറ്റയർ ടീം ഹൈ സ്റ്റുഡിയോസ്, സ്പെഷ്യലി മിസ്റ്റർ ബോണി ആൻഡ് എവ്രിവൺ ഓൺ ദി ടീം. Alright, so അടുത്തതായി ഹൈ സ്റ്റുഡിയോസിന്റെ ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആസ് വി ഓൾ നോ, റീ റിലീസ് രംഗത്ത് അവരുടെ മികവ് തെളിയിച്ച ഒരു ക്രിയേറ്റീവ് സ്റ്റുഡിയോ ആണ് ഹൈ സ്റ്റുഡിയോസ്. ഇതിനു മുമ്പ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ വീണ്ടും നമ്മളെല്ലാവരും തിയേറ്റേഴ്സിൽ കണ്ടിരുന്നു. ഓക്കെ, സോ ഹൈ സ്റ്റുഡിയോസിനെ റെപ്രസെന്റ് ചെയ്ത് താസ ആൻഡ് അഭിമന്യു ഇസ് ഹിയർ. രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കയ്യടി കൊടുക്കാം. യെസ്, ദേ ആർ ദേർ. ഒരു വലിയ നന്ദി നമുക്ക് പറയാം. കാരണം ഇതേപോലെയുള്ള വിഷ്വൽ ട്രീറ്റ് ഇപ്പോഴത്തെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മൾ സിയാദ് സാറിനെ വൺസ് അഗൈൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവർക്കുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് സമ്മാനിക്കുന്നതിനായി. താങ്ക് യു സോ മച്ച്. ഒഫീഷ്യലി ട്രെയിലർ ലോഞ്ച് ആയി എന്നൊന്ന് അനൗൺസ് ചെയ്യാനായിട്ട് ചേച്ചി പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. നമ്മളൊരു ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ട്രെയിലർ ലോഞ്ച് ആയി എന്നൊന്ന് ഒഫീഷ്യലി ഒന്ന് പറഞ്ഞു. രവിശങ്കർ, ബദലഹേം എസ്റ്റേറ്റ്, ചന്ദ്രഗിരി. ഈ അഡ്രസ് കറക്റ്റ് അല്ലേ? അഡ്രസ് കറക്റ്റ് ആണ്, പക്ഷെ ആള് കറക്റ്റ് അല്ല. ഈ രവിശങ്കർ, ഈ ഫാം എന്റെ ബോസ് മിസ്റ്റർ ഡെന്നി സാറിന്റെയാ. ഈ പറഞ്ഞ രവിശങ്കറും ഡെന്നി സാറും തമ്മിൽ കേട്ടതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? വരുന്നു ആര്? മുത്തച്ഛനും മുത്തച്ഛിയും പേരക്കുട്ടികളും, ചിലപ്പം അവരുടെ തന്തമാരും തള്ളമാരും എല്ലാവരും വരുന്നു. കണ്ടോ സാറേ? എന്ത് കണ്ടോന്ന്? അല്ല, ഒരാളും കൂടി വരാനുണ്ട്. ഈ വരുന്ന കക്ഷി ആള് ചില്ലറക്കാരിയല്ലെന്ന് തോന്നുന്നു. ഇന്റർനാഷണൽ കുഴപ്പക്കാരിയല്ലേ? 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ.
കേട്ടാൽ ഞെട്ടുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് എന്റെ കയ്യിലുണ്ട്. എന്താ സംഭവം? പറ കേക്കട്ടെ. 5 ಕಸಿನ್ಸ್ ಎಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ താത്തന്റെ പേഴ്സണൽ ആസ്തി എല്ലാം നിനക്ക് സിഗത്തെ. ഡെന്നിസ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാവുന്നു. ഒരു നല്ല ഫ്രണ്ട് നിങ്ങൾക്കതാവാൻ കഴിയും. ഡെന്നിസ്, ബത്ലഹേമിലെ ഭൂമിയിലെ നിന്റെ ഏകാന്തവാസം അവസാനിക്കുന്നു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അവളെ നിനക്ക് തരുന്നു. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. നിരഞ്ജനെ ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നെങ്കിൽ ഡെന്നിസ്, ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ. അത്രയ്ക്ക് നല്ലവരാണ് നിങ്ങൾ. ആരാത് നിരഞ്ജൻ? എനിക്കറിയില്ല നിരഞ്ജനെ ശരിക്കും. പക്ഷെ ഒന്നറിയാം, നിരഞ്ജനെയാണ് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ തന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആദരം എന്ന രൂപേണ നമ്മളൊരു മൊമെന്റോ നൽകാൻ പോവുകയാണ്. ആൻഡ് അതിനായി വൺസ് അഗൈൻ ചേച്ചിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ചേച്ചിക്കും കരിയറിൽ ഒരുപാട് മൈൽ സ്റ്റോൺ കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള മേക്കേഴ്സ് ആണിവർ. അപ്പം തീർച്ചയായിട്ടും ഐ ഡോണ്ട് തിങ്ക് ഇതിനേക്കാളും നല്ലൊരു പേഴ്സൺ ഈ ഒരു ക്രൗഡിൽ ഉണ്ടാകും എന്ന്. സോ കെൻ ഐ ഹാവ് ദ മൊമെന്റോ പ്ലീസ്? സിബി സർ ആൻഡ് സിയാ സർ, പ്ലീസ് ജോയിൻ ബാക്ക് ദി ഓഡിയൻസ്. മഞ്ജു ചേച്ചിയോട് ചെറിയൊരു റിക്വസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓർമ്മയുണ്ടെങ്കിൽ മതി. 5 കസിൻസ് ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കൈയടിക്കുക. ചേച്ചി നമുക്ക് എല്ലാവർക്കും വേണ്ടി അത് പറയുന്നത്. അത് ഏത് ഉറക്കത്തിൽ വിളിച്ച് എഴുതിച്ചാലും എനിക്ക് എപ്പോഴും പറയാൻ പറ്റും. അത് കന്നഡ അറിഞ്ഞിട്ട് പറഞ്ഞതാണ് മഞ്ജു ചേച്ചി. പിടിയില്ല, ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. അതിലും കൂടുതൽ കന്നഡ ഇന്നും എനിക്ക് അറിഞ്ഞു. അത് എത്ര വീട്ടിലേക്ക് എടുത്തു വന്നപ്പോ? ഇല്ല, വന്നതേ ഇല്ല. അതിന് ഓർമ്മയില്ല. സാർ റീടേക്ക് ഉണ്ടായിരുന്നോ സാർ? അടിപൊളിയാണോ? അപ്പൊ കന്നഡ അറിയാത്ത ആൾ ഇതേപോലെ കന്നഡ പറഞ്ഞിട്ട് നമുക്കൊരു കൈഡി കൊടുക്കാം. ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് മൈ റിക്വസ്റ്റ്. എനിക്കതൊന്ന് നേരിട്ട് കാണണം, കേൾക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് മീ ലേറ്റർ. ആ ഒരു ചാം അല്ലേ, ആ ഒരു ഇന്നസെൻസ്, ആ ഒരു കരിഷ്മ എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഏജിങ് ലൈക്ക് ഫൈൻ മെൻ. അതിന്റെ യഥാർത്ഥ എക്സാമ്പിൾ ആണ് അവിടെ ഇരിക്കുന്നത്. മഞ്ജു ഭാര്യ, വളരെ മഞ്ജു ചേച്ചി. സോ നമ്മളിപ്പം ഇവിടെ ഈ ഒരു ട്രെയിലർ കണ്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ബിഗ് സ്ക്രീനിൽ നമ്മളെ രസിപ്പിക്കുന്ന ഒരുപാടധികം നടന്മാരുണ്ട്. പക്ഷെ എന്നാലും മലയാള സിനിമയിലെ ചില സാന്നിധ്യങ്ങൾ അത് ഇറീപ്ലേസബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, മോനായി ആയി സിനിമയിലെത്തിയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മണിച്ചേട്ടൻ. മണിച്ചേട്ടന്റെ ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കൈയാകാം. ഇന്ന് ഈ നിമിഷത്തില് നമ്മൾ അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് വിത്ത് നമ്മളൊരു ഗ്രീഫോട് കൂടിയിട്ടല്ല, ബട്ട് സ്റ്റിൽ വിത്ത് എ ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. അതിനൊരു വലിയ നന്ദി. അദ്ദേഹം നമ്മുടെ നാട്ടില് നമ്മളിൽ ഒരാളെ, ഒരു മലയാളിയായി ജനിച്ചു വളർന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പേര് ലോകമെമ്പാടും ഒരുപാട് ഷോസിലൂടെയും സിനിമയിലൂടെയും ഒക്കെ എത്തിച്ചു എന്നതിൽ ഒരു വലിയ താങ്ക് യു മണിച്ചേട്ടന് മുന്നിൽ നമ്മൾ എല്ലാവരും പറയുകയാണ്. ഇന്നിവിടെ സോ മണിച്ചേട്ടന് വേണ്ടിയിട്ട്, മണിച്ചേട്ടന്റെ ഫാമിലി ഇവിടെ they were supposed to reach here, but again കുറച്ച് സ്കെഡ്യൂൾസ് കാരണം അവർക്ക് ഇവിടെ എത്തിച്ചേരാനായി സാധിച്ചില്ല. സോ അവരുടെ ഓൺ ബിഹാഫ്
I would like someone to please come onto the stage and collect the memento. ഇത് മൺഷേട്ടിന് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു ആദരമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കയ്യടികളോട് കൂടിയിട്ട് നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ച് നമ്മളെല്ലാവരെയും ആസ്വാദനത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ആ അതുല്യ കലാകാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ മൊമെന്റോ നൽകാം. അത് കളക്ട് ചെയ്യാനായിട്ട് ഓക്കെ ഷർമിൻ ചേച്ചിയാണുള്ളത്. And Sharminita Amli Kalabhavan Mani will be in our prayers and thoughts. Thank you so much. ഇനി അടുത്തതായി ഈ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകനാണ് മൊമെന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് കടന്നു വരുന്നത്. വിത്ത് ലോട്ട്സ് ഓഫ് റെസ്പെക്ട്. ഓൺ ടു ദ സ്റ്റേജ്. 5 കസിൻസിൽ 3 പേരാണ് ഇവിടെ എത്തിച്ചേർന്നുള്ളത്. ഓ വളരെ ചെറുതായിരുന്നു വന്ന്. നല്ലൊരു കൈയടി കൊടുക്കാം to the gorgeous ladies coming onto the stage. Here we have Ansu, Krishna and Nivya. രണ്ട് വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് ഒന്ന് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഗുഡ് ഈവനിങ്. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഈ മൂവിനെ പറ്റി ഓർക്കുമ്പം ഷൂട്ടിംഗ് ആണെന്നൊന്നും ഓർമ്മയില്ല. അതൊരു വെക്കേഷൻ ടൈം ആയിരുന്നു അങ്ങളൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ നമ്മളെല്ലാ ഒരു ഫാമിലി ഫുൾ വെക്കേഷന് പോയി സെലിബ്രേറ്റ് ചെയ്ത് വന്നു. അതിനിടയിൽ എപ്പോഴോ ക്യാമറ വെക്കുന്നു, ബോൾ കളിക്കാൻ പറയുന്നു, ഡയലോഗ് പറയാൻ പറയുന്നു, അങ്ങനെ ഒരു ഓർമ്മയുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അത് 27 ഇയേഴ്സിന് ശേഷം അറ്റത്തുള്ളതാണ് ഞാൻ. അപ്പൊ മഞ്ജു ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ അതിനെക്കാട്ടി യങ്ങായിട്ടിരിക്കുന്നു. നമ്മളൊക്കെ വയസ്സായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സിദ്ധിയങ്ങൾ, താങ്ക് യു സേതങ്ങൾ, താങ്ക് യു. ബോണിയാണ് വിളിച്ചത്, ബോണി താങ്ക് യു. ഷർമീൻ താങ്ക് യു. എല്ലാവരും മൂവി പോയി കാണണം, ഞങ്ങളും പോയി കാണും. താങ്ക് യു. എൻ്റെ പേര് ആൻസു. ഞാൻ യങ്ങസ്റ്റ് കിഡാണ് സമരം ബേദ്രൻ്റെ, മഞ്ജു ചേച്ചിൻ്റെ യങ്ങസ്റ്റ് കസിൻ. മൂവി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഇന്നും ആൾക്കാർ സമരം ബേദ്രഹം എന്ന് പറയുന്നതിനോട് നല്ല സ്നേഹം കാണിക്കുന്നതിൽ ഞാനും അതിലൊരു പാർട്ടായതിൽ സന്തോഷമുണ്ട്. മെമ്മറീസ് കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വെക്കേഷൻ മോഡായിരുന്നു. ഒരു ഏപ്രിൽ ടൈമിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫുൾ വെക്കേഷൻ മോഡ്. പിള്ളേർ സെറ്റ്. പിന്നെ മഞ്ജു ചേച്ചിയായിട്ട് പെട്ടെന്ന് ഐസ് ബ്രേക്കായി. എനിക്കൊരു ചെറിയ മെമ്മറി ഉള്ളത്, മഞ്ജു ചേച്ചി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇങ്ങനെ കാര്യമായിരുന്നു. അപ്പം മടിയിലെത്തി ഞങ്ങളെല്ലാവരും വലിയ കാര്യമായിരുന്നു. അപ്പം ആ ഒരു മെമ്മറി എൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ചൂളം മടിച്ച് ഇറങ്ങി നടക്കുക, അതിലൊക്കെ ഡാൻസ് ആ സീക്വൻസ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഫൺ ഫീൽഡ് മൂവിയായിരുന്നു. ബോണ്ടിങ് ഉണ്ട് ഇതിൽ. ഒരുപാട് സ്നേഹമുള്ളൊരു മൂവിയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ മൂവി പോയി കാണണം. താങ്ക് യു. ചേച്ചി പ്ലീസ്. നമസ്കാരം, ഞാൻ നിവ്യ. ഞാനൊരു 70 പടത്തിലോളം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ പടത്തേക്കാളും എനിക്ക് പറയാനുള്ളത് ഞാൻ സല്ലാപമാണ്. എന്നെ നിവ്യ എന്ന് പറഞ്ഞത് അറിഞ്ഞു തുടങ്ങിയത് സല്ലാപത്തിലൂടെയാണ്. മഞ്ജു ചേച്ചിയുടെ ഒപ്പം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ മൂവീസൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ 2ാമത്തെ പടം എപ്പോഴും സംരംഭത്തിലേ പറയുള്ളൂ. കാര്യം അത്രയും എൻജോയ് ചെയ്ത്, ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ അത്രയും എൻജോയ് ചെയ്ത പടം ഞാൻ അഭിനയിച്ചിട്ടില്ല. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടുക്കിരുന്ന് കുറച്ച് സിനിമ കണ്ടു, പിന്നെ കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ 2 പിള്ളേരുടെ കൂടെ ഇരുന്ന് കാണാൻ പോകുന്നത്. അവരിപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇതിലില്ല. 12 വയസ്സ് അത്രേ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. 11-12 വയസ്സ് അത്രേ ഉള്ളൂ. എൻ്റെ മോൻ ഇപ്പോൾ മൂത്ത ആൾക്ക് 15 വയസ്സായി. അപ്പോൾ അവൻ നോക്കുമ്പോൾ അമ്മ ചെറുതാ. അപ്പൊ ഞാനത് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഇപ്പോൾ വരാൻ പറ്റിയതിലും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫ്രം ദ ഓഡിയൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ 3 പേര് മതി, നമുക്ക് 3 പേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം. ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ഞങ്ങൾ ഫുൾ കളിയല്ലേ. ബോള് തട്ടി കളിക്കുക തന്നെ. അപ്പൊ ഫ്രെയിം ഔട്ട് ആകുമ്പോ ചേട്ടന്മാർ പറയും ഉള്ളിൽ കളിക്കും. പക്ഷെ
പക്ഷെ ബോൾ ഉണ്ടാവൂല, ബോള് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഇതെടുക്കാൻ വേണ്ടി ഒരാൾ പോകും, പിന്നെ അത് കൊണ്ടുവന്ന് വെച്ച് പിന്നെയാണ് കളി. മൊത്തം കളിയായിരുന്നു, എല്ലാവരും ഒരുമിച്ച് ശരിക്കും എൻജോയ് ചെയ്തു. ഇതാണ് ചെറുതിലെ ഏറ്റവും വലുത് ഞാനായിരുന്നു. ഞാനാണ് സുരേഷ് ഏട്ടനോട് വി ഹേറ്റ് യു എന്ന് പറഞ്ഞത്. പിന്നെ ടോയ്ലറ്റ് സീൻ വന്നപ്പോ പറയുന്നുണ്ട്, അമ്മി ചേച്ചി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോ അങ്കിൾ ഒളിഞ്ഞു നോക്കിയതാന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അതെ, ആ 2 ഡയലോഗ് പറഞ്ഞപ്പോ മാത്രമാണ് ഇത് അഭിനയമാണ്, സിനിമയാണെന്നുള്ള ഒരു തോട്ട് വന്നത്. ബാക്കി 45 ദിവസം ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച്. ഓക്കെ, അൻസു ഏതാണെന്ന് കാണിച്ചു, നിവ്യ ചേച്ചി ഏതാണെന്ന് കാണിച്ചു, കൃഷ്ണ ഇതിൽ ഏതാണ്? കൃഷ്ണ അതാണ് കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഫോട്ടോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ? റെഡി റെഡി റെഡി. നിവ്യ ചേച്ചി കേട്ടോ ഫുൾ ഓൺ ആണ്. ഒരു കൈയടി നമുക്ക് കൊടുക്കാം അവരുടെ ആ ഒരു എൻതൂസിയാസത്തിന് വേണ്ടിയിട്ട്. ചൂളമടിച്ച പാട്ടിന്റെ അതാണ് അത്. മഞ്ജു ചേച്ചി അന്ന് ഇവരെ കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത്? ലൈക്ക് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ എന്നാണ്? ഞാൻ കൃഷ്ണയായിട്ടും നിവിയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ കുറെ വർഷമായി കണ്ടു, പക്ഷെ പെട്ടെന്ന് റിയലൈസ് ചെയ്തു, മനസ്സിലായി. കാരണം ഇവര് രണ്ടുപേരുടെയും നടുക്കായിരുന്നു. അപ്പൊ മനസ്സിലായിരുന്നല്ലേ? ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാൻ സാധിച്ചതിൽ അല്ലേ മഞ്ജു ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ, കുട്ടികളൊക്കെ വലുതായി എന്നുള്ള എക്സ്പ്രഷനോടാണ് മഞ്ജു ചേച്ചി കയറി വന്നത്. ചേച്ചി ഇപ്പോഴും ഞങ്ങൾ വന്നപ്പോ പറയായിരുന്നു, സ്റ്റിൽ ഇത്രയും യങ് ആയിട്ട് ഒരു മാറ്റവും ഇല്ല എന്നുള്ളൊരു രീതിയില് ഷോക്കായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വിളിച്ചു, ആ സംസാരിച്ചു, അതേ സ്നേഹം ഇന്നും ഉണ്ട്. അതിൽ ഭയങ്കര ഇതാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആക്ട്രസ്. വെരി ഹോൾസം മൊമെന്റ്, വെരി ഹോൾസം മൊമെന്റ്. ആ സിനിമയിലെ പൂച്ചകളുടെ പുറകിലെ കൈകൾ എന്നുള്ള രഹസ്യം പോലെ മഞ്ജു ചേച്ചിയുടെ യുവത്വത്തിന്റെ രഹസ്യം ഇവിടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ചേച്ചി, താങ്ക് യു ഫോർ ഡൂയിങ് ദി ഓണേഴ്സ്. സിനിമയുടെ ക്യാമറാമാൻ DOP ആയിട്ടുള്ള സഞ്ജീവ് ശങ്കർ. And next we have the costumer of Summer in Bethlehem, SP Satishan. Satishan sirne വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. To receive the memento from Sibi sir and Siyad sir. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ സമയത്തെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു സമ്മർ ഇൻ ബെത്ലഹേമിലെ കോസ്റ്റ്യൂംസ് എന്ന്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് SP സതീശൻ. Receiving the memento from the makers. ഒരു കൈയടി നമുക്ക് കൊടുക്കാം. Next, I would like to welcome the associates, CP sir and associates ആയി പ്രവർത്തിച്ച തോമസ് സെബാസ്റ്റ്യൻ ആൻഡ് ഗിരീഷ്. രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തോമസ് സർ ആൻഡ് ഗിരീഷ് സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നത് ഇപ്പൊ ഈ ഒരു റീ റിലീസിന്റെ പുറകെയുള്ള 4K ടീം ആണ്. ടീം 4K. ഷർമിൻ സിയാദ്, ഷർമിതയാണ് ആദ്യം, പ്ലീസ്. സിയാദ് സർ കൂടി ഒന്ന് ജോയിൻ ചെയ്യണം മകൾക്ക് മൊമെന്റ്, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യൂ. യെസ്, ഓ ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ്. നമുക്കൊന്ന് കൈയടിച്ച്. ബോണി അസനാർ ചേച്ചി കൂടി വേദിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൈസ് ഒന്ന് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ പ്ലീസ്. Thank you, Boni. And next up we have Shan Ashif. I welcome Shan onto the stage. That's Shan Ashif.
And next we have Jimin Joy. പ്രസാദ് സ്റ്റുഡിയോസിലെ ആന്റണിയാണ് അടുത്തതായി വേദിയിലേക്ക് മൊമെന്റോ റിസീവ് ചെയ്യാനായി കടന്നു വരുന്നത്. നമുക്കൊരു കൈയടി കൊടുക്കാം. പ്രസാദ് സ്റ്റുഡിയോസ്, ആന്റണി. And again from Team 4K we have Hari Narayanan. താങ്ക് യു ഹരി. സപ്ത സ്റ്റുഡിയോസിലെ കിഷൻ മോഹനെ അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സപ്ത സ്റ്റുഡിയോസിലെ കിഷൻ മോഹൻ. ഓക്കെ, കിഷന്റെ അമ്മയാണ് ഇപ്പോ കിഷന് വേണ്ടി ഈ ഒരു മൊമെന്റോ സ്വീകരിക്കുന്നത്. ഫ്രം സിബി സർ ആൻഡ് സിയാ സർ. അമ്മയ്ക്ക് വളരെ പ്രൗഡ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു വലിയ കൈഡി കൊടുക്കാം. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. അടുത്തതായി സിനിമയുടെ ഇപ്പോ PRO ആയിട്ടുള്ള ശിവപ്രസാദ് ഏട്ടനാണ് വേദിയിലേക്ക് കടന്നു വരുന്നത്. ലെറ്റ് മീ വെൽക്കം പി ശിവപ്രസാദ് ഓൺ ദ സ്റ്റേജ്. He was about passing mementos. Okay, thank you ചേട്ടാ. അടുത്തതായി വാഴൂർ ജോസറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you so much, Josetta. Next up we have Shabari Shankar. And next Achu Nathiyad. Yes, here we have Achu Nathiyad receiving the memento from Sibi sir. I'd like to invite Jinesh. So we have Jinesh Shashidharan here. ഈ സിനിമയുടെ ഈ ഒരു റീ-റിലീസ് പ്രമാണിച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് ഇതിന്റെ പുറകിലെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീമാണ് ഇപ്പോൾ മൊമെന്റോസ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് അർജുൻ മുരളി. പോസ്റ്റേഴ്സ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തത് അർജുൻ മുരളിയാണ്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് സൂരജ് സുരൻ. അനു കുരിശിങ്കലിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ടു റിസീവ് ദ. അടുത്തതായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു മനു കെ തങ്കച്ചൻ. Next I would like to invite Selvin Varghese. താങ്ക് യു. ഹരീന്ദ്രൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Yes, that's Harindran Harikumar for you. And next I would like to invite Tribush. Thank you so much, Sibi sir. Thank you so much. Thank you so much for joining us and doing. എല്ലാവർക്കും നമസ്കാരം. സമ്മർ ഇൻ ബത്ലഹേമിൻ്റെ റീ റിലീസ് വലിയ വിജയമാണ്. എനിക്ക് വളരെ സ്പെഷ്യലാണ് സമ്മർ ഇൻ ബത്ലഹേം. എൻ്റെ സിനിമാ ജീവിതത്തിന് സമ്മർ ഇൻ ബത്ലഹേമിൻ്റെ കാലയളവാണുള്ളത്. സമ്മർ ഇൻ ബത്ലഹേം വലിയ ഹിറ്റായിട്ട് ഓടുമ്പോഴാണ് ഞാൻ ജന്മദിനം എന്ന് പറയുന്ന സിനിമ എഴുതുന്നത്. അപ്പോൾ സിയാദിക്കയും സിബിച്ചായും കൂടി എന്നെ വന്ന് കണ്ടിട്ട് ഒരു സിനിമ എഴുതാൻ ക്ഷണിക്കുന്നത് സമ്മർ ഇൻ ബത്ലഹേം വലിയ ഹിറ്റായിട്ട് ഓടുമ്പോഴാണ്. അന്നത്തെ കാലത്ത് എനിക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് വന്നു. അത് സമ്മർ ഇൻ ബത്ലഹേം അങ്ങനെ തകർത്തോടുന്ന ആ പൈസ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. ആ സിനിമ നടന്നില്ല. ഈ അടുത്ത കാലത്ത് സിബിച്ചായനോട് ചോദിച്ചു നമുക്ക് ആ സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചു. ആലോചന ഇപ്പോഴും ഉണ്ട്. കേരളത്തിലെ വളരെ എല്ലാവർക്കും ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു റൊമാൻസ് അത് വലിയ വിജയമാണ്. എനിക്കൊന്ന് മഞ്ജുവിൻ്റെ റീ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. മഞ്ജുവിന് അപ്പോൾ ഗംഭീരമാണ്. കാറ്റോടു മേഘം
പരമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം എന്നെന്നും ഈ മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ